ഹലോ ഗൈസ്, ദീവിൻ ഹിയറിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണ്? ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കുഴിയുണ്ട്. പോയാൽ ചാവും. ഹാർഡ് കോർ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് റീസ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. സോ റിസ്ക്കിയാണ്, ഭയങ്കര റിസ്ക്കാണ്. വില്ലേജ് എവിടെ? എൻ്റെ മനസ്സ് പറയണം അവിടെ ഒരു വില്ലേജ് ഉണ്ടെന്ന്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, സെറ്റിങ്സ് ഇതൊരു വില്ലേജ് ഇവിടെ എവിടെയെങ്കിലും കാണും. നല്ല വില്ലേജാ. കടലിലാണല്ലോ. ഇവിടെ ഒന്നും വില്ലേജ് ഇല്ല. കടൽ, അങ്ങോട്ട് ഫുള്ളും കടൽ. എൻ്റെ മനസ്സ് പറയുന്നു നമുക്ക് കടലിലേക്ക് പോകണം. കടലിലേക്ക് പോകാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ എൻ്റെ? നമുക്ക് കടലിലേക്ക് പോയി വേറെ ഐലൻഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ഗൈസ്. ഞാൻ തോന്നുന്നത് ഇങ്ങനെ പോവാം. ഷീപ്പുള്ള ആവശ്യം നമുക്ക് 3 എണ്ണം. ഒന്ന് ബ്ലാക്ക് ഷീപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇവിടെ ഒരു വില്ലേജ് എന്തായാലും കാണണ്ടേ. ഓ, കിട്ടിയില്ല ഹോഴ്സ്. കൊള്ളാം. ഓ എന്താണ് ഇവിടെ? ഫാമാ? ഇതിലുള്ള ഇവിടെ അടുത്ത് എന്തായാലും ഒരു വില്ലേജ് കാണണ്ടേ. ഇത്രയും കുതിര വയ്ക്കണമെങ്കിൽ എന്തായാലും ഒരു വില്ലേജ് കാണും. ഓ, രാത്രി ബെഡ് ഉണ്ടാക്കാൻ കഴിച്ചു. അല്ലെങ്കിൽ സീനാവും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് സീനാവും. ബെഡ് ഉണ്ടാക്കാം. ഞങ്ങളെ കൊന്ന് തീർന്നു. ഓക്കെ, സ്വീറ്റ് ഡ്രീംസ്. ഷീൽഡാണ് ഗൈസ് ഉണ്ടാക്കേണ്ടത് നമുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട കുതിരന് ഒരു ബ്ലാക്ക് ഹോഴ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബ്ലാക്ക് ബെഡ് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ വെള്ളം. കുതിരകളെ ഞാൻ കൊല്ലില്ല. ഓക്കെ, അപ്പോൾ സെറ്റായി.
ഇനി നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. എൻ്റെ മനസ്സ് പറയുന്നു ഇവിടെ കോൾ മൈൻ. ഓ ഷിറ്റ്, കോൾ മൈൻ ചെയ്യാം. നൈസ് സ്റ്റോൺ ഏജ്. എനിക്ക് ഈ ജാവ എഡിഷൻ ഇഷ്ടമുള്ള കാരണം ഇതാണ് ഗൈസ്. കാരണം ഈ മൈൻഡ് ചെയ്യുമ്പോഴും നമുക്ക് അഡ്വാൻസ്മെൻറ്റ് വരും. മറ്റേ ഇങ്ങനത്തെ ബാഡ്ജസ് ഒക്കെ കിട്ടും നമുക്ക്. നല്ല ഫണ്ണാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല കളി. ഈ മൈൻക്രാഫ്റ്റ് നിങ്ങളും കളിക്കാവണം. മൈൻക്രാഫ്റ്റ് ഒരു ഫൺ ഗെയിമാണ്, ഒരു ക്രിയേറ്റിവിറ്റി ഗെയിമാണ്, കിടിലൻ ഗെയിമാണ്. എനിക്കിഷ്ടം. ഓ എൻ്റെ നമുക്കൊരു കോൾ ഫാം തന്നെ തുടങ്ങാനുള്ള കോളുണ്ട് നമ്മളെ. നല്ല ലെവലും കിട്ടുന്നുണ്ട് നമുക്ക്. തൽക്കാലം നമുക്ക് ഇത്ര മതി ഗൈസ്. തൽക്കാലം നമുക്ക് ഇത്ര മതി. ഇത്രയും ഡേറ്റും നമുക്ക് ഇങ്ങനെ ധാരാളം. ഓക്കെ, ഇത്രയും കോള് കിട്ടി. സാധാരണ ഇവിടെ ഒരു വില്ലേജ് കാണേണ്ടതാണ്. ഇവിടുത്തെ ഹോൾസുള്ള കളർ കണ്ടു, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. വില്ലേജ് എവിടെ? ഇവിടെ ഒന്നും ഒരു വില്ലേജില്ല. കഷ്ടമാണ് അത്. ഓ, കുഴി വന്ന് വീണ് ഞാൻ, പക്ഷെ മരിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ മുകളിൽ കൂടെ ഒരു വില്ലേജ് എന്തായാലും. ഷിറ്റ്, നോ, ഒരു വില്ലേജ് പോലും ഇല്ല. ഇഷ്ടമാണല്ലോ. ഓ ആ യെസ് ഗൈസ്, വില്ലേജ്, വി ഫൗണ്ട് ഇറ്റ്. ഒരു വില്ലേജ് ഒരു വീട് മാത്രമേ ഉള്ളൂ, മുകളിൽ കാണും. എന്തായാലും ഇവിടെ നമുക്ക് ഒന്നുമില്ല. സെറ്റ്. വാവ്, മഞ്ഞ ബെഡ്. സെറ്റ്. ഓ യെസ്, ഫൈനലി. ഇവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ. അതെന്ത് വില്ലേജാണ്? ഒറ്റയ്ക്കൊരു വീട്, വില്ലേജ് അല്ലേ? പക്ഷെ ഇവിടെ ഒറ്റയ്ക്കൊരു വീട്, അതും അങ്ങോട്ടായിരിക്കും. മിക്കവാറും അങ്ങോട്ടായിരിക്കും വില്ലേജ്. അല്ല, ഒറ്റ വീടുള്ള വില്ലേജാ? അങ്ങനെ പറ. അതോ വേറെ വീട്? വില്ലേജസ്. ഓക്കെ, വില്ലേജ്. ഇതാണ് മെയിൻ വില്ലേജ്. നമുക്ക് സപ്ലൈ എടുക്കാം. നമുക്ക് കുറേ വീറ്റ് വരും. നമുക്ക് എന്തായാലും അത് എടുക്കാം. നിങ്ങൾ കാണുന്നത് സബ് ചെയ്യാൻ മറക്കല്ലേ. സബ് ഒരിക്കലും മറക്കല്ലേ. ലൈക്കും ചെയ്യണം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. അടിയിലൊരു വീടുണ്ട്. ഫുഡ് ഉണ്ടാക്കണം. ഓക്കെ. കുറേ ബ്രെഡ് ഉണ്ട്. ഓ, ഗോൾഡ്.
ഇത് കൊള്ളാം. ഈ വില്ലേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഫർണേസ് ഉണ്ടാക്കണം എനിക്ക്. ഇവിടെ ഈ വീട് ഇനി നോക്കാം. ഓ ഇവിടെ ഓക്കെ 3 ബ്ലഡ്. ഓക്കെ ഡബിൾ ബെഡോ? ഒറ്റ ബെഡാണോ? റിസ്പോൺ പോയിന്റ് എന്തായാലും സെറ്റ് ചെയ്ത് ഞാൻ ഈ വില്ലേജിൽ. റിസ്പോൺ പോയിന്റ് എന്തിനാ പറയാൻ പോലെ, എന്തായാലും ഇത് ഹാർഡ് കോർ അല്ലേ. വില്ലേജ് കണ്ടുപിടിച്ചു. ഇനി ഉണ്ട് വീട്. ഇത് ഞാൻ എടുത്താണ്. ഇതാണ് ഞങ്ങൾ നോക്കിയതല്ലേ ഇപ്പോൾ. തന്നെ ഇനിയുണ്ട് താഴേക്ക് വീടുകൾ. നിങ്ങൾ പോയായിരുന്നോ ഈ വീട്ടിൽ? വില്ലേജേഴ്സിനെ കാണുമ്പോൾ സന്തോഷമാണ്. ചെറിയ വില്ലേജ് ആണെങ്കിലും അത്യാവശ്യം നല്ല വില്ലേജാണ്. ഓക്കെ ഗൈസ്, വില്ലേജ് ഇത്രേ ഉള്ളൂ. നമുക്ക് വില്ലേജ് കിട്ടി. ഓക്കെ സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കാൻ വേണം. DVNRൻ്റെ ഈ വീഡിയോ അവസാനിക്കാൻ വേണം. അപ്പോൾ ഈ ഹാർഡ് കോർ വേൾഡ് പാർട്ട് 3 ആയിട്ട് വേറെ ദിവസം വരാം. അതുവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുവരെ ഞാൻ പോവുകയാണ്. അപ്പോൾ ബൈ ബൈ.